ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഏകദേശം 2 മാസത്തോളം ഡ്രാഫ്റ്റിൽ കിടന്നൊരു വീഡിയോ ആണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ നവംബർ 10 2024 നവംബർ 10 എടുത്തൊരു വീഡിയോ ആണിത്. നവംബർ 10 പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന്. അപ്പം വിവാഹ വാർഷികമായിട്ട് ഞങ്ങൾ വിചാരിച്ച് ഉളനാട്ടിൽ ഉണ്ണിക്കണ്ണനെ ഒന്ന് പോയി കണ്ടാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുള്ളതാണ്. അപ്പം വിവാഹ വാർഷികത്തിനും അങ്ങനെ ഉളനാട് പോകാമെന്ന് വിചാരിച്ചിട്ട് മക്കളെ ഒന്നും കൂട്ടാതെ ഞാനും ചേട്ടനും മാത്രം ഉളനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നല്ല നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഉളനാടെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഉളനാട് ഉണ്ണിക്കണ്ണനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഇൻസ്റ്റയിലും FBയിലും പിന്നെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഉളനാടിനെക്കുറിച്ച് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ അടുത്ത ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ നിറയെ പുഞ്ചകളാണ്. നമുക്കിവിടെയൊക്കെ നല്ല വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ നല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ മക്കളും ഞങ്ങളുമായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ ആ വഴിയിൽ തന്നെ ഇങ്ങനെ കാളിൻ്റെ മുകളിൽ നിൽക്കുന്ന കണ്ണൻ്റെ ഒരു ശില്പം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും കൃഷ്ണമയമാണ്. അതുമാത്രമല്ല, ഗുരുവായൂർ അമ്പലം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ഏകദേശം ഗുരുവായൂരും ഈ ഗരുഡൻ്റെ ശില്പമൊക്കെ ഗുരുവായൂരും ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ എവിടെ നോക്കിയാലും കൃഷ്ണനാണ്. ഗുരുവായൂർ തന്നൊക്കെ എവിടെ നോക്കിയാലും കൃഷ്ണനാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഉറി വഴിപാടാണ്. കുറേ ഉറിയിലിങ്ങനെ മൺകലങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വഴിപാടെന്ന് പറയുന്നത് ഉറി വഴിപാടാണ്. അപ്പം നമ്മളൊരു ഉറി എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേന്, എന്നിട്ട് അവിടെ കുറേ കലങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കലം എടുത്തിട്ട് ആ ഉറിയിൽ നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വെക്കും. അപ്പം ഈ ഉറി വഴിപാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇന്നതുകൊണ്ട് ഉറി വഴിപാട് നടത്താമെന്ന് ഭഗവാനോട് നേരത്തെ തന്നെ പറയും. ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഉറിയായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വീണ്ടും കൃഷ്ണൻ്റെ ഒരു ശില്പം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. അതിനുശേഷം നമ്മൾ കുറേ ആൾക്കാരിങ്ങനെ ഇവരെല്ലാം വഴിപാട് നടത്താൻ വന്നവരാണ്. ഇത് കുറേ സെക്ഷനായിട്ടാണ് നടത്തുന്നത്. കുറച്ച് പേരെ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്തത് അവൽ കൊണ്ടിട്ടുള്ള ഉറി വഴിപാടാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെണ്ണ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, ഉണ്ണിയപ്പം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, ലഡു വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര വെച്ച്, അത് ഭഗവാൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം വെച്ചിട്ട് ഇവിടെ ഉറി വഴിപാട് നടത്തും. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറേ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ ഒരാൾ വന്ന് നമുക്ക് കുറേ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരും. ഇതെടുത്ത്